വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ. സ്വാതന്ത്ര്യത്തെ വൈക്കം മുഹമ്മദ് ബഷീർ നിർവചിച്ചതുപോലെ മലയാളത്തിലെ ഒരു എഴുത്തുകാരനും നിർവചിച്ചിട്ടില്ല. മതിലുകൾ എന്ന ബഷീറിന്റെ നോവലിൽ ബഷീറിനെ ജയിലിൽ നിന്ന് വിട്ടയച്ച സന്തോഷവാർത്ത അറിയിക്കാൻ ജയിലർ വരുന്ന സന്ദർഭമുണ്ട്. നിങ്ങളെ വിടാൻ ഉത്തരവായിട്ടുണ്ട്, നിങ്ങൾക്ക് സ്വതന്ത്ര ലോകത്തേക്ക് പോവാം. അപ്പോൾ ബഷീർ ചോദിക്കുന്നു, വൈ ഷുഡ് ഐ ബി ഫ്രീ? ഹൂ വാണ്ട്സ് ഫ്രീഡം? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വൈക്കം മുഹമ്മദ് ബഷീറാണ് ചോദിക്കുന്നത്. സ്വതന്ത്രൻ, സ്വതന്ത്ര ലോകം, ഏത് സ്വതന്ത്ര ലോകം? ആർക്കു വേണം സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുന്ന ഒട്ടനവധി ദാർശനിക സമസ്യകൾ ഈ ചോദ്യത്തിൽ അന്തർഭവിച്ചിട്ടുണ്ട്. ആരാണ് സ്വാതന്ത്ര്യം നിർണയിക്കുന്നത്? എന്തിനാണ് സ്വതന്ത്രനാവുന്നത്? തുടങ്ങി മനുഷ്യവംശം എക്കാലത്തും നേരിട്ടു പോന്ന തീവ്രമായ ചില നൈതിക പ്രശ്നങ്ങൾ ഈ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം ആരെങ്കിലും സൗജന്യമായി തരുന്നതല്ല, നമ്മൾ എടുക്കുന്നതും നേടുന്നതുമാണ്. കുറ്റിയിൽ കെട്ടിയിരിക്കുന്ന പശുവിന് കയർ വലിയുമ്പോൾ മാത്രമേ അസ്വാതന്ത്ര്യത്തെക്കുറിച്ച് ബോധമുണ്ടാവുകയുള്ളൂ. നമ്മളെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതെങ്കിലും കുറ്റിയിൽ കെട്ടിയിട്ട കയറിൻ്റെ സഞ്ചാരസാധ്യതയ്ക്കകത്തു മാത്രം വ്യവഹരിച്ചുകൊണ്ടാണ് സ്വന്തം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അഭിമാനിക്കുന്നത്. പലരെ സംബന്ധിച്ചും ആ കയറിൻ്റെ പരിധിക്കകത്തുള്ള സ്വാതന്ത്ര്യം മതിയാകും. ബ്രിട്ടീഷ് വാഴ്ചക്കാലത്തും അസ്വാതന്ത്ര്യം അനുഭവപ്പെടാതെ കയറിൽ കുരുങ്ങി സന്തോഷത്തോടെ കിടന്നവർ നിരവധിയായിരുന്നു. പക്ഷേ ചിലർ ആ കയർ പൊട്ടിക്കുകയും കുറ്റി പറിക്കുകയും ചെയ്തു. ആ സ്വാതന്ത്ര്യദാഹത്തെ പലർക്കും സ്വീകരിക്കാൻ അക്കാലത്ത് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അസ്വതന്ത്രരാണെന്ന് അറിയാതെ അസ്വാതന്ത്ര്യത്തിൽ കഴിയുന്ന സഹചരന്മാരെ പോലും അവരുടെ അസ്വാതന്ത്ര്യത്തിൻ്റെ കുറ്റികളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യ സമരമായി അത് പിന്നീട് മാറിപ്പോവുകയായിരുന്നു. കോടാനുകോടി മനുഷ്യർ ഒറ്റ മനുഷ്യനെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് പോരാടിയ ആ ചരിത്ര സമരത്തിലാണ് നമ്മുടെ രാഷ്ട്രം സ്വതന്ത്രമായത്. വ്യക്തിത്വം ഒരു പൗരൻ്റേതായിരിക്കുകയും അതിർത്തികളിൽ നിർണീതമായ ഒരു രാഷ്ട്രസങ്കല്പം ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോഴേ സ്വാതന്ത്ര്യം എന്ന പരികൽപ്പനയ്ക്ക് രാഷ്ട്രീയാർത്ഥമുള്ളൂ. ലോകത്തിന് അതിർത്തികളില്ലാതായിത്തീരുകയും ഭരണകൂടങ്ങളും അധികാരങ്ങളും പട്ടാള സംവിധാനവുമൊക്കെ ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ മാത്രമേ വിശ്വപൗരത്വം സങ്കല്പിക്കുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തവും അപാരവുമായ അന്തരീക്ഷം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. അപ്പോഴും പക്ഷേ സ്വാതന്ത്ര്യം താന്തോന്നിത്തമായി കൂടാതാനും. എനിക്ക് കൈവീശി നടക്കാനുള്ള സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിന് തൊട്ടടുത്തു വരെ മാത്രമേയുള്ളൂ എന്നതാണ് സ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രാഥമികവും പ്രധാനവുമായ പാഠം. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി സ്വപ്നം കണ്ടത് ഈ മഹാസ്വാതന്ത്ര്യമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്കുള്ള നിരന്തര അന്വേഷണ യാത്രകളായിരുന്നു. അതിലെ ഒരു സാക്ഷാത്കാരം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം കൂടി ആയിരുന്നു എന്ന് പറയാം. ആ മഹാത്മാവിനെ ഓർക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ എഴുതിയ ഒരു കവിതയിലെ കുറച്ചു വരികളിൽ ഈ വിചാരം അവസാനിപ്പിക്കാം എന്ന് തോന്നുകയാണ്. ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ. ഹിമവദ്വിന്ധ്യാതട മധ്യദേശത്തെ കാണൂ. ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാദപമുണ്ടായി വരൂ. നമസ്തേ ഗതദർശ, നമസ്തേ ദുരാദർശ, നമസ്തേ സുമഹാത്മൻ, നമസ്തേ ജഗദ്ഗുരു. ഈ പ്രാർത്ഥനയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളും ഉൾച്ചേർന്നിരിക്കുന്നു. ആലങ്കോട് ലീലാകൃഷ്ണൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.